അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകട കാരണമെന്നാണ് എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. വിമാനത്തിന്റെ ടേക്ക് ഓഫ് മുതൽ അപകടത്തിൽ പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശദമായ റിപ്പോർട്ടിലുണ്ട്. സാങ്കേതിക തകരാറോ പൈലറ്റുമാരുടെ പിഴവോ എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. ജൂൺ 12-ന് ലോകത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ഉയരുകയാണ്. എയർ ഇന്ത്യ വിമാനത്തിന്റെ കോക്പിറ്റിൽ എന്താണ് സംഭവിച്ചത്? അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം പറക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി റൺവേയിലേക്ക് ഇറങ്ങി. സമയം ഉച്ചയ്ക്ക് 1:07:37. കൃത്യം 56 സെക്കൻഡുകൾ കൊണ്ട് ടേക്ക് ഓഫിന് തൊട്ടു മുൻപുള്ള വേഗമായ 153 നോട്ട്സിലെത്തി. 1:08:35 ഉയരാനുള്ള വേഗമായ 150 നോട്ട്സിലെത്തിയ വിമാനം 4 സെക്കൻഡുകൾക്ക് ശേഷം റൺവേയിൽ നിന്നും ഉയർന്നു. 1:08:42 162 നോട്ട്സും കടന്ന് വിമാനത്തിന്റെ വേഗത 180 നോട്ട്സിലെത്തി. തുടർന്ന് ഇടതുവശത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു. 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തു. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന മറുപടിയും കോക്പിറ്റ് റെക്കോർഡിംഗ്സിൽ വ്യക്തമാണ്. ഇന്ധനത്തിന്റെ ഒഴുക്ക് നിന്നതോടെ എഞ്ചിനുകളുടെ ശക്തി കുറഞ്ഞു. പൈലറ്റ് ഉടൻ ഒന്നാം എഞ്ചിൻ സ്വിച്ച് ഓൺ ചെയ്തു. 4 സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാമത്തെ സ്വിച്ചും ഓണായെങ്കിലും എഞ്ചിൻ പൂർവ്വസ്ഥിതി പ്രാപിച്ചില്ല. തുടർന്ന് എഞ്ചിനുകൾ നിലച്ചാൽ വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന ഓക്സിലറി പവർ യൂണിറ്റ് സജ്ജമായപ്പോൾ സമയം 1:08:54. റാറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിമാനം ഉയർത്താനായില്ല. അപകടം തിരിച്ചറിഞ്ഞ പൈലറ്റ് 1:09:05 മേഡേ സന്ദേശം നൽകിയെങ്കിലും എഞ്ചിൻ നിലച്ച വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. മീഡിയ 1, ഡൽഹി.